ഇന്നലെയുള്ള മട്ടൻ ബിരിയാണി നിന്നിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. റൂമിലേക്ക് പോകുന്ന സമയങ്ങളിൽ കണ്ട കാഴ്ച, മനോഹരമായ കാഴ്ച. ചെമ്മരിയാടിൻ്റെ ഒരു പറ്റം കൂട്ടങ്ങളും അതിനെ തളിക്കുന്ന 2-3 കർഷകരും. അങ്ങനെ ഇതും കണ്ടിട്ട് നമ്മളിങ്ങനെ പോകുന്നേരം എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു ചോദ്യം, നമുക്കൊരു 1000 ചെമ്മരിയാട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, പക്ഷേ ഒരു 10 മനുഷ്യരെ ഒന്നിച്ച് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? അത് കഴിഞ്ഞൊന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളെ ജോൺ ബൈ പറഞ്ഞ് നമുക്കൊന്ന് കറങ്ങാൻ പോകാമെന്ന്. എവിടെയാണെന്നൊരു പ്ലാനിങ് ഇല്ലാതെ നമ്മൾ പോയി. ഈ ഒരു ഓട്ടോ കാണുന്നുണ്ട്, ഈ ഓട്ടോയിലാണ് നമ്മളെ യാത്ര. ഈ ഓട്ടോയിൽ ഓൾറെഡി 12 പേർക്ക് ഇരിക്കാം. 12 പേര്. ഡ്രൈവറിൻ്റെ അടുത്തും പോലത്തെ 2 പേര്, പിന്നെ ഞങ്ങൾ 4 പേരാണ് ഒരു സീറ്റിൽ. അതിന് ബാക്കിൽ വേറെ 2 സ്ഥലങ്ങൾ, ഒരു 3 പേർക്ക് അങ്ങനെ ഇരിക്കാം. ഞങ്ങൾ ഇരുന്ന മുന്നിൽ തന്നെ ഒരു 3 പേർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും വേറെ സെറ്റുണ്ട്. അപ്പോൾ ഇത്രയും 12 പേരെ വഹിച്ച് കൊണ്ടുപോകുന്ന ഒരു വണ്ടി, ഓട്ടോറിക്ഷ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചു. ഇത് വലിയൊരു കോളേജാണ്, ദയാനന്ദ് സാഗർ. അതും കടന്നിട്ട് നമ്മളെത്തി. നമ്മൾ ഹാരോവള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെത്തി. ഇതൊരു സിറ്റിയാണ് ആക്ച്വലി. ഈ സിറ്റിയിൽ നോക്കുന്നത് എൻ്റെ ചില്ലാക്കാന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷെ ചില്ലാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ നാട്ടിൽ ഹൈന്ദവരുടെ ശ്മശാനമാണ്. നോക്കിയേ, നമ്മുടെ നാട്ടിൽ ക്രൈസ്തവരുടെയും പിന്നെ അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെയും ശ്മശാനം കൂടി ജസ്റ്റ് കമ്പയർ ചെയ്തോട്ടെ. ഇതേപോലെ തന്നെ എല്ലാവരും പോകുന്ന മണ്ണിനടി തന്നെ. ഹാരോവള്ളിയിൽ ചില്ലാക്കൽ നടക്കൂല എന്ന് ജോണേട്ടൻ പറഞ്ഞാൽ, അങ്ങനെ ജോണേട്ടൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് ആനക്കല്ല് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അങ്ങനെ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മളെത്തിയത് 5 മണിക്ക്, 6 മണിക്കാണ് ബസ് പോവുക. ആ ബസ് പോകുന്നത് അങ്ങനെ ഇതാക്കി നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രിങ്ക്സ് അടിച്ചേട്ടാ, തെറ്റിദ്ധരിക്കേണ്ട ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ജീരക സോഡയായിരുന്നു നമ്മൾ കുടിച്ചത്. പിന്നെ ഒരു കോളയും കുടിച്ചിരുന്നു. അത് കഴിയുന്നത് ഒഴിവാക്കുക, നല്ലതല്ല. ഞങ്ങൾ കുടിച്ചെന്ന് കഴിച്ച് നിങ്ങളൊന്നും കുടിക്കണ്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 6 മണിക്ക് ബസ് പോകുന്ന സമയത്തുണ്ടല്ലോ, ബസ്സിൽ നമ്മൾ കയറിയിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അതിൽ തിരക്ക്. 6 മണിക്ക് വരുന്ന വാഹനത്തിനേക്ക് 1000 ആൾക്കാർ തിരക്കുണ്ടേ. അങ്ങനെ മേഘം ഇറങ്ങി ഓടി. അങ്ങനെ പിറ്റേന്ന് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് സെറ്റാക്കി 2 പ്രാവശ്യം ഉറങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഈ ഫ്രഷ്നെസ്. നമ്മൾ ഈ മുമ്പിൽ നോക്കിയിട്ട് 3-4 നായ്ക്കൾ അടിപൊളിയായിട്ട് സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് ഉറങ്ങുക. എന്തൊരു ഭാഗ്യമല്ലേ. അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. മക്കളെ നോക്കണ്ട, ഭാര്യയെ നോക്കണ്ട, ഭർത്താവിനെ നോക്കണ്ട, എവിടെയെങ്കിലും പോവുക, കിടന്നുറങ്ങുക, എന്തെങ്കിലും തിന്നുക, ഇതാക്കുക. എന്തായാലും മനുഷ്യരാണ് ബെസ്റ്റ്. ഓക്കെ, അതിൻ്റെ മുമ്പിൽ വേറൊരു ഒരു കാഴ്ചയും കൂടിയും കാണിച്ചു തരാം. ഇതൊരു മട്ടൺ സ്റ്റോളാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉണ്ടാവും. അതിൻ്റെ ഈ ഗ്യാസും വെച്ചിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ തലയോട്ട് ഇങ്ങനെ കരിച്ചിട്ട് പൊട്ടിച്ചിട്ട് വിൽക്കുകയാണ് ഇവർ കേട്ടോ, ആട്ടിൻ്റെ തലയോട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഈ ഇടത് വശത്തുണ്ട് ഇയാൾ ചോപ്പ് പനിയിട്ട ആൾ അതിൻ്റെ തോലുരിയാണ് ഒരു ആടിൻ്റെത്. പിന്നെ അവിടെ വേറൊരാൾ അവിടെ ഇരിക്കുകയാണ്, ഇരുന്നിട്ട് വെട്ടി നുറുക്കി അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഒരുപാട് ബൈക്കുകൾ, കാറുകളൊക്കെ നിൽക്കുന്നുണ്ട് ഈ ചെറിയൊരു ഷെഡിൽ. ഇവർ തന്നെ പറമ്പാണോ എന്താണെന്നൊന്നും അറിയില്ല. അത് റോഡ് സൈഡിലാണ്, ഹൈവേയിലാണ്, നമ്മളെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ചോര ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഭയങ്കര തിരക്ക്. കാണേണ്ട കാഴ്ചയിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടോ ആവോ?